പല്ല് കാണിക്കാൻ പോവാനേ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടി കേടായിട്ട് വർക്ക്ഷോപ്പ് കൊടുത്തിട്ട് അതിൻ്റെ പോകാൻ ബസ്സിലേക്കൂടെ പോകണം. നമ്മൾ പോകുന്ന വഴിയാണ്. വഴി വെച്ചിട്ട് കാട് ഫുള്ള് കാട്ടിലാണ് എൻ്റെ വീടിലേക്ക്. വയനാട്ടിൽ ഓട്ടോ വന്നിട്ടുണ്ട്. ആ വരുന്നത് ഒരു കോടി ഫോട്ടോ കൊണ്ട് പോകണം. പോണ വഴി കൂടി കാണിച്ചിരിക്കും. ഓട് പൊക്കോ ഫോട്ടോ വരുന്നുണ്ട്. ഇതിനെക്കൂടെ നമ്മൾ പോണം. അവസ്ഥ നോക്കിയിട്ട് എങ്ങനെയല്ലാന്ന് പോന്ന്. നമ്മളായോണ്ടാ പോന്ന്. വേറെ ആരാണെങ്കിൽ ഇട്ടിട്ട് പോയനെ. അതെന്നാ റോഡ് പച്ചനൊക്കെ ഉണ്ടാ. അപ്പോൾ അപ്പോൾ നമ്മൾ ബസ്സിൽ പോകും. നമ്മൾ ഓട്ടോയിൽ കയറി തളിപ്പറമ്പിലേക്ക് വിട്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനലി നമ്മളെ ഡോക്ടറുടെ അടുക്ക് എത്തി. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നമ്മൾ ആദ്യം ഒരു സ്ഥലത്ത് പോയി. അവിടെ അന്ന് അമ്മമ്മ പറഞ്ഞു അവിടെ ഉണ്ടെന്ന്. പക്ഷെ അവിടെ പോയ സമയത്ത് അവർ പറഞ്ഞു ഡോക്ടർ അവിടെ നിന്ന് മാറിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോയി, നല്ല വലിയ മോളിൽ എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആ മോളിലേക്ക് പോയി. അവിടുന്ന് ഡോക്ടർ രവീസ് ക്ലിനിക്ക് എന്നായിരുന്നു, നല്ല ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നമ്മൾ കയറി, അപ്പോയിൻമെൻ്റ് എടുത്ത് ഉള്ളിൽ കയറി. അപ്പോൾ ഡോക്ടർ ഫൈനലി വന്നു. ഇതെന്നാ എനിക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ പല്ലിൻ്റെ മോണ അതിങ്ങനെ താഴോട്ട് പോകുന്നുണ്ടായിനി. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഡോക്ടറോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ എന്നല്ലോ പറഞ്ഞു ക്ലിപ്പ് ഇടണം, പിന്നെ കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അങ്ങനെയെല്ലാം പറഞ്ഞു. പിന്നെ കാണിച്ചിട്ട് ഫസ്റ്റ് ഡേ അതിന് ചെക്ക് ചെയ്ത് നോക്കി ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഞാൻ ശരിക്കും എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ രാവിലെയും രാത്രിക്കും കറക്റ്റായിട്ട് ബ്രഷ് ചെയ്താൽ മതി, ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് രണ്ടാമത്തെ നമ്മൾ ഫസ്റ്റ് ഡേ അതിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു ഡോക്ടർ കൂടെ ഉണ്ടായിനി. അവരോടും പോയി കാണാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇതെല്ലാം കുറച്ച് സംഭവമുണ്ട്, ഇങ്ങനെ താഴത്തെ കുറച്ച് പല്ല് വീക്കാണ്, അതുകൊണ്ട് അതങ്ങനെ ആവുന്നു. അപ്പോൾ ക്ലിപ്പ് ഇട്ടിട്ട് അത് ഒരുമിച്ചാക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാവും, അങ്ങനെയെല്ലാം ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഫൈനലി ഞാനും അമ്മയോട് പറഞ്ഞു എനിക്ക് ക്ലിപ്പൊന്നും ഇടണ്ട, കാരണം എനിക്ക് മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല. അമ്മ പറഞ്ഞു നീ ക്ലിപ്പ് ഇട്ടോ വന്നപ്പോഴും നീ കുറച്ച് മെലിയുന്നു പറഞ്ഞിട്ട് ഡോക്ടറെല്ലാം കണ്ടിട്ട് ഡോക്ടർ എന്തെല്ലോ ചെയ്തു നോക്കി, പല്ലിൻ്റെ സിറ്റുവേഷനെല്ലാം നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഡോക്ടറും കൂടി എന്തെല്ലോ സംസാരിക്കുന്നുണ്ടായിനി അതാണ് ഇതാന്ന്. എന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ മാതിരി താഴത്ത് 4 പല്ല് വീക്കാന്ന്, ഇപ്പോൾ ക്ലിപ്പെല്ലാം ഇട്ടാൽ ശരിയാവുമെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് വിട്ടു. അപ്പോൾ ഞാൻ മമ്മേനോട് ആദ്യമേ പറഞ്ഞു എനിക്ക് ഈ ക്ലിപ്പ് ഇടുന്നതിൻ്റെ മുമ്പേ ഷവർമ, അൽഫാം, മന്തി അങ്ങനത്തെ സാധനങ്ങളെല്ലാം എനിക്ക് വാങ്ങിച്ചിരണം. കുറേ ആഗ്രഹങ്ങളുണ്ട് ഭക്ഷണം കഴിക്കണം, കാരണം നാട്ടിലേക്ക് വരുന്നത് തന്നെ ഈ അൽഫാമും മന്തിയും കഴിക്കാനാണ്, ടു ബി റിയലി ഓണസ്റ്റ്. എന്നിട്ട് നമ്മളൊരു അത്തറിൻ്റെ കടയിൽ പോയി. നമ്മളെപ്പോഴും നാട്ടിൽ വന്നാലും ഞാൻ അത്തർ വാങ്ങും. ചോക്ലേറ്റ് ഒരു ഫ്ലേവറും പിന്നെ സബായ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലേവറും, 2 ഫ്ലേവറും നമ്മൾ ഈ ഷോപ്പിൽ നിന്നാണ് വാങ്ങൽ. തളിപ്പറമ്പിലാണ് ഈ ഷോപ്പ്, നല്ല ഷോപ്പാണ്, എല്ലാ ഫ്ലേവറും ഇവിടെ കിട്ടും. അപ്പോൾ എനിക്ക് ആ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രതീഷ് അങ്കിളിന് ചോക്ലേറ്റിൻ്റെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാനും മമ്മിയും കൂടി അവിടെ ഷോപ്പിൽ പോയി ചോക്ലേറ്റിൻ്റെ അത്തരം കൂടി വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് വിട്ടു. നല്ല സൂപ്പർ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അത്തരം വേണമെങ്കിൽ അവിടെ വിസിറ്റ് ചെയ്തോ. 50 rupees 150 rupees ലൈറ്റ് 100 rupees ലൈറ്റ് കുഞ്ഞു കുഞ്ഞു ബോട്ടിൽ കിട്ടും. അത് നല്ല വെത്തിട്ടാണ്, നല്ല സ്മെല്ലാണ്, ലോങ് ലാസ്റ്റിംഗ് സ്മെല്ലാണ്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഡേ വരാൻ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് ഡേ നമ്മൾ എൻ്റെ പല്ല് നെക്സ്റ്റ് ഡേ നമ്മളവിടെ പോയി. ഡോക്ടർ പറഞ്ഞു നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യണം. നമ്മൾ ആദ്യം ഡീപ്പ് ക്ലീൻ ചെയ്തു പല്ല്, അതിനുശേഷം പല്ലിൻ്റെ അളവെടുത്തു. ക്ലിപ്പാക്കണോണ്ട് പല്ലിൻ്റെ അളവെടുത്തു. പല്ലിൻ്റെ അളവെടുത്തിട്ട് എന്തോ ഒരു സാധനം വായിൽ കുത്തി കയറ്റിയിട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പല്ലോടെ കളകി പോകും, നല്ല സ്ട്രോങ് ഉണ്ടായിരിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ ഈ മഞ്ഞ സാധനം എന്തോ ഒരു ലിക്വിഡ് പോലത്തെ സാധനം കട്ടി, ലാസ്റ്റ് അത് കട്ടിയാവും, അത് പിടിച്ച് വലിക്കുമ്പോൾ അതുകൊണ്ട് അതിൻ്റെ നല്ല ഷേപ്പിന് കിട്ടും. അപ്പോൾ നമ്മൾ അതെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ പിന്നെയും വീട്ടിലേക്ക് പോകാൻ റെഡിയായി. പപ്പിയും നെക്സ്റ്റ് ഡേ പപ്പയും ഞാനും മമ്മിയും വന്നു. മമ്മ ബസ്സിൽ വന്നു, ഞാനും പപ്പയും സ്കൂട്ടിലേക്ക് വന്നു. അപ്പോൾ ഫൈനലി അതെല്ലാം കാണിച്ച് എൻ്റെ നാടാന്നേത് കണ്ണോം നാട്. എന്നിട്ട് അതെല്ലാം കാണിച്ചിട്ട് നമ്മൾ ഫൈനലി
വീട്ടിലേക്ക് പോലായി. അപ്പോൾ നമുക്ക് വരുന്ന വീഡിയോയിൽ എൻ്റെ പല്ലിൻ്റെ പ്രോഗ്രഷൻ കാണാം. അപ്പോൾ ഓക്കെ എന്നാൽ ശരി കേട്ടോ, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.